CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജയെ വീണ്ടും തെരഞ്ഞെടുത്തു. പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് രാജയെ തെരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്ന് TJ ആഞ്ചലോസും ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ദേശീയ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രായപരിധി ഇളവിൽ കേരള ഘടകം കടുത്ത എതിർപ്പ് അറിയിച്ചു. नेशनल एग्जीक्यूटिव की मौजूदगी में पूरी नेशनल काउंसिल ने कॉमरेड डी राजा को जनरल सेक्रेटरी के रूप में फिर से चुना. മൂന്നാം തവണയാണ് CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തെരഞ്ഞെടുക്കപ്പെടുന്നത്. റിപ്പോർട്ട് അവതരണത്തിനിടെ കേരള ഘടകം അംഗങ്ങൾ ഉൾപ്പെടെ പ്രായപരിധിയിൽ ഇളവ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കടുത്ത പ്രതിഷേധമുയർത്തിയിരുന്നു. അതെല്ലാം മറികടന്നാണ് രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആയത്. ഐക്യകണ്ഠ്യേനയുള്ള തീരുമാനമെന്നും ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പോരാടുമെന്നും ഡി രാജ പ്രതികരിച്ചു. Country is passing through a very critical period and there are grave threats to the very constitution of our country, very democracy of our country. In such a situation, such a period, we will have to take up this challenge with great might and commitment. കെ പ്രകാശ് ബാബുവും പി സന്തോഷ് കുമാറും കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തി. സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതിനാൽ ബിനോയ് വിശ്വം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു. ഒരു പദവിയും ഒരിക്കലും വലുതായി കാണാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ച മൂല്യബോധമാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് അശേഷം അതിൽ സങ്കടമില്ല. ഞാൻ തീരുമാനിച്ച് പാർട്ടി പറഞ്ഞ് സ്വയം മാറുകയാണ്. കൗൺസിലിലേക്ക് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന VS സുനിൽകുമാറിനെ തഴഞ്ഞു. കാലഘട്ടം ആവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഏകീകരണവും ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ഒന്നിച്ചുള്ള പോരാട്ടവും ആഹ്വാനം ചെയ്താണ് CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ പൂർത്തിയാകുന്നത്. ഹരിമുണ്ടൂരിനോടൊപ്പം ചണ്ഡീഗഡിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.